ബാക്കി ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് ഇവളെ ഇഷ്ടമാണ്, എനിക്ക് ഇവളോട് സ്നേഹമുണ്ട് എന്ന് വെച്ച് ഇവളായിട്ട് റിലേഷൻഷിപ്പിലാവാനോ ഇവളെ കല്യാണം കഴിക്കാനോ എനിക്ക് പറ്റില്ല. ഓക്കെ മാഡത്തിന് എനിക്കിപ്പോ ക്ലിയർ ആണ് ഇവൾക്ക് നിന്നോട് പ്രണയമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇവളുടെ അടുത്ത് എന്റെ ക്ലാരിറ്റി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞതാ. ഐ മീൻ ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് നീ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അതെ, അത് സംഭവിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത്രയും കാര്യം നമ്മൾ എന്ത് സംഭവിക്കില്ലെന്ന് വിചാരിച്ചു, അത് തന്നെ അങ്ങ് സംഭവിച്ചു എന്നുള്ളതാണ്. മറ്റാരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത്, ജാസ്മിനെ കുറിച്ചാണ്. ബിഗ് ബോസിൽ വന്നതിന് ശേഷം സ്വന്തം കാമുകനെ പോലും മറന്ന് ആര് കൂടെ നടന്നു അതേ ആൾ തന്നെ ഇപ്പൊ ജാസ്മിനെ തള്ളി പറഞ്ഞിരിക്കുകയാണ്. അത് പിന്നെ കർമ്മഫലം കൊണ്ടേ പോകുക എന്നുള്ളതാണല്ലോ. ബിഗ് ബോസിന് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്ക് കാര്യം കലങ്ങിയിട്ടുണ്ടാകും. സംഭവം മറ്റൊന്നുമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗബ്രി ജാസ്മിനെ വല്ലാണ്ട് അവോയ്ഡ് ചെയ്ത് നടക്കുകയാണ്. ജാസ്മിൻ ഒരു വിഷയത്തിലും ഗബ്രി ഇടപെടാൻ പോകാറില്ല. സാധാരണ രീതിയിൽ നമുക്കറിയാം, ജാസ്മിനുമായി ബന്ധപ്പെട്ട് എന്തുണ്ടായാലും ആദ്യം കയറി ഇടപെടുന്നത് ഗബ്രിയാണ്. ഗബ്രി ഇടപെടാനായിട്ട് ജാസ്മിന് പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഗബ്രി ആ സമീപത്തേ ഇല്ല എന്നുള്ളതാണ്. ഇത് ജാസ്മിനെ നല്ല രീതിയിൽ അങ്ങ് ചൊടിപ്പിച്ചു എന്നുള്ളതാണ്. ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ഗബ്രി ഇല്ലാതെ നടക്കൂല എന്നുള്ളതാണ്. അങ്ങനെ ജാസ്മിൻ എന്താക്കണം, ഇത് ചോദിക്കാൻ തക്കാൻ പാടത്ത് കുറെ ഗബ്രിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഗബ്രി ആണെങ്കിൽ ഇങ്ങനെ ഒഴിഞ്ഞു മാറാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു അവസരം കിട്ടി എന്നുള്ളതാണ്. ഗബ്രി ഇങ്ങനെ ഒറ്റയ്ക്ക് സോഫയിൽ ഇരിക്കുന്ന സമയത്ത് ജാസ്മിൻ അവിടെ വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് ജാസ്മിൻ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇങ്ങനെ, ഞാൻ നിന്നിലൊന്നും ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ. ഗബ്രി ആണെങ്കിലും ഒന്നും മൈൻഡേ ചെയ്യുന്നില്ല. അപ്പൊ അന്നേരം അവിടത്തേക്ക് നമ്മുടെ രശ്മി രംഗപ്രവേശനം ചെയ്യുന്നുണ്ട്. അങ്ങനെ രശ്മിനോട് ജാസ്മിൻ ചോദിക്കുന്നുണ്ട്, രശ്മിനെ ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും കാര്യം എന്നെ ബിഗ് ബോസ് ഗെയിമിനെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പൊ അന്നേരം രശ്മിന് ഒരു മറുപടി പറയുന്നുണ്ട്. മക്കളെ, നമ്മൾ എന്തായാലും ആ മറുപടി ഒന്ന് കണ്ടോക്കാം. എന്റെ ഗെയിം ഇല്ലാതാക്കുന്ന എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? എന്താ ഉള്ളേ? അതെന്താ നീ അങ്ങനെ പറയുന്നേ? അതെന്താ അങ്ങനെ പറയണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇവൻ 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 യെസ്, അതത്രേ ഉള്ളൂ. ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം 24 മണിക്കൂറും ഗബ്രി 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 എന്നാണ്. ജാസ്മിനെ കളയേണ്ടത് ഒന്ന് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് വന്നതന്നെ ഗബ്രീനായിട്ട് കിന്നരിക്കാനാണെന്നുള്ള രീതിയിലാണ് അല്ലെ. പിന്നെ എന്നൊരാളെ പൊട്ടനാക്കാൻ പറ്റൂലല്ലോ. ഏതൊരു പൊട്ടനും തിരിച്ചറിവ് വരുന്ന ഒരു സമയം വരുമല്ലോ. ഗബ്രിയെ സംബന്ധിച്ചിടത്തോളം ആ തിരിച്ചറിവ് വന്നു എന്നുള്ളതാണ്. ജാസ്മിൻ തന്നെ യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ഗബ്രി കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് ഈ മാറി നടക്കലൊക്കെ. ഇത്രയും കാലം ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് നടന്നത് അതിന് വേണ്ടിയിട്ടാണല്ലോ. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് രശ്മിൻ ഒരുപാട് കാര്യങ്ങൾ ജാസ്മിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ജാസ്മിനല്ലേ, നമുക്കറിയില്ല, അതൊന്നും ജാസ്മിനെ തലയിൽ കയറത്തില്ല. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് രശ്മിൻ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഗബ്രി നിന്റെ സ്റ്റാൻഡ്, നീ ഒരു ക്ലാരിറ്റി നൽകണം എന്നുള്ള രീതിയിൽ. അപ്പൊ അന്നേരം ഗബ്രി ഒരു ക്ലാരിറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും ആ ക്ലാരിറ്റി ഒന്ന് കണ്ടോക്കാം. ഇവക്ക് ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് ഇവളെ ഇഷ്ടമാണ്, എനിക്ക് ഇവളോട് സ്നേഹമുണ്ട് എന്ന് വെച്ച് ഇവളായിട്ട് റിലേഷൻഷിപ്പിലാവാനോ ഇവളെ കല്യാണം കഴിക്കാനോ എനിക്ക് പറ്റില്ല. ഓക്കെ മാഡത്തിന് എനിക്കിപ്പോ ക്ലിയർ ആണ്. അത് വല്ലാത്തൊരു മറുപടി ആയിപ്പോയി. ജാസ്മിനോട് പ്രതീക്ഷ മറുപടി നടന്നറിയും, ഈ ലോകം മൊത്തം എതിർത്താലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും, എനിക്ക് നീയാണ് വരുത് എന്നുള്ള മറുപടി ആയിരുന്നു. പക്ഷേ ഗബ്രി നേരെ തിരിച്ചു പറഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് ഇവളോട് പ്രത്യേകിച്ച് ഫീലിങ്സ് ഒന്നും ഇല്ല, ഇവളെ കെട്ടാനും എനിക്ക് താല്പര്യമില്ല, ഇവളായിട്ടൊന്ന് ഫ്ലേർട്ട് ചെയ്ത് നടക്കണം എന്നുള്ള പച്ചക്ക് തുറന്നു പറഞ്ഞില്ലേ, ഒന്ന് മുഖത്തടിച്ച പോലെ ആയിപ്പോയി. ഇങ്ങനെ അല്ലായിരുന്നു ഗബ്രി. കുറച്ചു കാലം മുന്നുള്ള ഗബ്രി ഇങ്ങനെ അല്ലായിരുന്നു. സ്വന്തം അപ്പം പോലും എതിർത്താലും ഞാൻ ജാസ്മിനെ കൂടെ നിർത്തുമെന്ന് പറഞ്ഞ ഒരാളാണ്. പക്ഷെ ഗബ്രിന് ഒരു മാറ്റം നോക്കി നിങ്ങൾ മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ മാറും അല്ലേ. ഇത് വല്ലാത്തൊരു മാറ്റമായി പോയി. അല്ല, ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഡിസേർവിംഗ് ആണ്. കാരണം 2 മാസങ്ങൾക്ക് മുമ്പ് റോക്കി എന്ന് പറയുന്നൊരു കണ്ടസ്റ്റന്റ് ഇതേ ചോദ്യം ജാസ്മിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജാസ്മിനെ നിനക്ക് ഗബ്രിയുമായി എന്താണ് എന്നുള്ളത്. അന്നേരം ജാസ്മിൻ പറഞ്ഞ മറുപടി നമുക്കൊന്ന് കണ്ടോക്കാം. ഒരു ബില്യൺ പേരും തുപ്പലും നിറയുമ്പോൾ ഉറപ്പായി അതിലെ കിട്ടും എന്നും പറഞ്ഞ പൊട്ടനെന്നും പറഞ്ഞ് നമുക്ക് നമ്മളടുത്ത് ബലൂണല്ലേ അത്രേ ഉള്ളൂ. അതിന്റെ ബലൂണാണ് ഗബ്രി. ബലൂൺ പൊട്ടി അടുത്ത ബലൂൺ നീങ്ങുന്നു. യെസ്, അതാണ് 2 മാസം മുന്നേ പറഞ്ഞതാണ്. ജാസ്മിൻ ഈ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ബിഗ് ബോസ് കഴിയുന്നവരെ കൊണ്ട് നടക്കാനുള്ള ഒരു ബലൂൺ ആയിരുന്നു ഗബ്രി എന്നുള്ളത്. പക്ഷെ ആ സമയത്തൊക്കെ ഉള്ള ഗബ്രിന്റെ അപ്രോച്ച് നമ്മൾ കണ്ടതാണ്. അത്രത്തോളം സിൻസിയറായി ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ജീവനാണെന്ന് പറഞ്ഞു നടന്ന ഒരാളായിരുന്നു. നമ്മൾ അന്നൊക്കെ കരുതിയത് ജാസ്മിൻ ഗബ്രിനെ പച്ചക്കിട്ട് തേക്കുന്നുള്ളതാണ്. പക്ഷെ കഥയിൽ ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്ന സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഇതിപ്പോ വല്ലാത്തൊരു ട്വിസ്റ്റ് ആയി പോയി. എന്തായാലും വീണ്ടും നമ്മൾ പ്രസന്റിലേക്ക് വരുന്ന സമയത്ത് രശ്മിന് വീണ്ടും കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്, നീ പറഞ്ഞതിൽ നിന്ന് ഉറച്ചു നിൽക്കുകയാണെന്നുള്ള രീതിയിൽ. അന്നേരമുള്ള ഗബ്രിന്റെ മറുപടി നമുക്കൊന്ന് കണ്ടോക്കാം. ഞാൻ പുറത്ത് എങ്ങനെയാണോ, എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എങ്ങനെയാണോ, എനിക്ക് ഇഷ്ടമുള്ള ഒരാളുടെ എങ്ങനെയാണോ, അതിൽ കൂടുതൽ ഞാൻ ഇവളെ കെട്ടിപ്പിടിച്ച് ചുമ്മാ കൊടുക്കാനോ ഇവളുടെ കൂടെ കയറി കിടക്കാനോ ഞാൻ നിന്നിട്ടില്ല. മ്ലേച്ഛകരമായിട്ടോ 18+ ആയിട്ടോ അല്ലെങ്കിൽ പോട്ടെ ഒരു റൊമാൻറ്റിക് ട്രാക്കിൽ ഇല്ല, ഒരു നോർമൽ ഫ്രണ്ട്സിന് അപ്പുറത്തേക്ക് ഒന്നും ജാസ്മിനോട് ചെയ്തിട്ടില്ല. നമ്മളെല്ലാവരും അത് കണ്ടതാണ്. ഗബ്രി ഒന്ന് പുറത്തിറങ്ങിയതിന് ശേഷം എന്തൊക്കെ ചെയ്തെന്നുള്ളത് ഒന്നും കൂടി ഒന്ന് ഹോട്ട്സ്റ്റാറിൽ ഇരുന്ന് കാണുന്നത് നന്നായിരിക്കും. അന്നേരം മനസ്സിലാക്കും നോർമൽ ഫ്രണ്ട്സിന് അപ്പുറത്തേക്ക് എന്തൊക്കെ ചെയ്തിട്ടില്ല എന്നുള്ളത്. എന്തായാലും ഇത് മുഖത്തടിച്ച് പറഞ്ഞ മതിരായി പോയി ഗബ്രി. ഇങ്ങനെ പറയേണ്ടില്ലായിരുന്നു. എത്ര കാലം കൂടെ കൊണ്ട് നടന്നതാണ്. ഇങ്ങനെ ഒരാൾ ഇങ്ങനെ തള്ളി പറയാൻ പാടില്ല. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു കാര്യം രശ്മിൻ ഗബ്രിനോട് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതും കൂടി ഒന്ന് കണ്ടോക്കാം. അതായത് ഇവൾക്ക് നിന്നോട് പ്രണയമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇവളുടെ അടുത്ത് എന്റെ ക്ലാരിറ്റി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞതാ. ഐ മീൻ ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളത് നീ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്.
എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ പറ്റില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? പറ്റില്ല അങ്ങ് ഒഴിവാക്കി പോകണം. ഇപ്പൊ വേറെ എന്താ ചെയ്യാൻ പറ്റാം? വല്ലാത്തൊരവസ്ഥ ആയി പോയില്ലത്. എന്തായാലും സംഭവം കോമഡി ആയിരിക്കും. എനിക്കിത് കാണുമ്പോൾ നമ്മുടെ ആ ഗോഡ് ഫാദറിലെ മുകേഷിന്റെ ഡയലോഗാണ് ഓർമ്മ വരുന്നത്. അതിൽ ജഗദീഷ് മുകേഷിനോട് ചോദിക്കുന്നുണ്ടല്ലോ കുഴപ്പമായോ എന്നുള്ളത്. അപ്പൊ അന്നേരം മുകേഷിന് ഒരു തിരിച്ചുള്ള ഡയലോഗ് ഉണ്ടല്ലോ, കുഴപ്പമായി എന്നാ തോന്നുന്നു എന്നുള്ളത്. എക്സാക്ട്ലി ഇപ്പൊ അതാണ് ജാസ്മിന്റെ അവസ്ഥ. ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടി ഗബ്രിന്റെ അടുത്ത് പോയി. ഗബ്രി ആണെങ്കിൽ ആദ്യം സിൻസിയർ ആയിട്ട് തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഗബ്രി ഫ്ലേർട്ടിംഗ് ലെവലിലേക്കും ജാസ്മിൻ സിൻസിയർ ലെവലിലേക്കും അങ്ങ് മാറി. ഇതാണ് ഇപ്പൊ നിലവിലെ അവസ്ഥ. ഗെയിം മൊത്തത്തിൽ തിരിഞ്ഞങ്ങ് ഉൾട്ടായ പോലെ അല്ലേ? എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ജാസ്മിൻ ഒരു മറുപടി ഇട്ട് മക്കളെ നമുക്ക് എന്തായാലും കണ്ടുവെക്കാം. റസ്മിനെ, ഇത് എല്ലാവർക്കും മിക്കുള്ളവരും ഗെയിമാണ്, എനിക്കും ഗെയിമാണ്. പക്ഷെ ഈ ഗെയിമിനകത്ത് എനിക്കൊരു കൊച്ചു ഹൃദയമുണ്ട്. ഞാൻ അതിനകത്ത് വലിച്ചു കയറ്റുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതെ, 2-3 കാമുകന്മാരും പിന്നെ ഗബ്രീനെ പോലുള്ള കുറച്ച് ഫ്രണ്ട്സും അത്രേ ഉള്ളൂ. ഇത്രയും കുറച്ച് ആൾക്കാരെ ഞാൻ വലിച്ചു കയറ്റാറുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഞാൻ ആരും ഈ ഹൃദയത്തിലേക്ക് വലിച്ചു കയറ്റാറില്ലെന്നേ. പാവം സങ്കടം തോന്നുന്നു ജാസ്മിന്റെ സംസാരം കേട്ടിട്ട്. ഇങ്ങനൊന്നും ജാസ്മിൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാണില്ല അല്ലേ ഗബ്രി ഈ തരത്തിലേക്കൊക്കെ തിരിയുന്നുള്ളത്. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ജാസ്മിൻ രശ്മിനുമായി ബെഡ്റൂമിൽ വന്നിരുന്നു കഴിഞ്ഞിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. എനിക്ക് ഈ 7 ആഴ്ചയും ഒന്നും അല്ലെന്ന് തോന്നി. ഒരു പക്ഷേ ഇന്നോ നാളെയോ ഇവൻ എനിക്ക് ഒരു എക്സ്പ്ലനേഷൻ തന്നേക്കാം. ഇപ്പോഴെങ്കിലും ആരും തോന്നലോ ഒന്നല്ലോ. അത് പിന്നെ എങ്ങനെയാണ് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഒരല്പ സമയം നല്ലതാണ്. ജാസ്മിൻ ഈ സംസാരത്തിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ജാസ്മിൻ ഇവിടെ മെയിൻ ആയിട്ട് വന്നത് ഗെയിം കളിക്കാനൊന്നുമില്ല. ഗെയിം കളിക്കുന്നുണ്ടാകും, സൈഡ് കൂടെ കളിക്കുന്നുണ്ട്. ജാസ്മിന്റെ ലക്ഷ്യം ഗബ്രിനായിട്ട് ഇന്ന് കുറച്ചു കാലം ഇങ്ങനെ കിന്നരിച്ച് നടക്കണം എന്നുള്ളതാണ്. അതങ്ങ് ഒഴിവായപ്പോൾ എല്ലാം അങ്ങ് വേസ്റ്റ് ആയപ്പോൾ ഒരു തോന്നുന്നതാണ് അല്ലേ? ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തോന്നേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അവൻ പോയാലെന്ത്, ഞാൻ ഗെയിം കളിക്കാനല്ല വന്നത്, ഞാൻ ഗെയിം കളിച്ചോളാം എന്നല്ലേ ചിന്തിക്കുള്ളൂ. ഇതിപ്പോൾ അവൻ പോയപ്പോൾ അവൾക്ക് ഫുള്ളും വേസ്റ്റ് ആയ പോലെ തോന്നി. അതിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ്. എന്തിനാണ് ജാസ്മിൻ ബിഗ് ബോസിലേക്ക് വന്നത് എന്നതിന്റെ എക്സ്പ്ലനേഷൻ ഇതിന് വലുതിന് ആവശ്യമില്ല. എന്തായാലും ഇത് കഴിഞ്ഞ് ജാസ്മിൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. സംസാരിച്ച് ഒന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. കഴിഞ്ഞു. എനിക്ക് കിട്ടാനുള്ളത് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. കഴിഞ്ഞു. ഓക്കെ, ഞാൻ പോയി കളിക്കട്ടെ. നീ ബാ. അതെ, കിട്ടാനുള്ളത് കിട്ടിയല്ലോ ജി, സമാധാനമല്ലേ ജി. എന്നാ പിന്നെ പോയിക്കോ. വല്ലാത്തൊരവസ്ഥ അല്ലേ? ഇങ്ങനൊക്കെ ആവുന്ന ഒരിക്കലും കരുതിയിട്ടില്ല. അതിനുശേഷം നടന്നത് അതിലും വലിയ ഡ്രാമ ആണ് മക്കളെ. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഒരു വൈകുന്നേരം ഒക്കെ ആയ സമയത്ത് ഗബ്രി ഭയങ്കരമായിട്ടും മെന്റലി ഡൗൺ ആകുന്നുണ്ട്. രാവിലെ നടന്ന സംഭവങ്ങളൊക്കെ ആലോചിച്ചിട്ടായിരിക്കും. അന്നേരം ഭയങ്കര ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ജാസ്മിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഗബ്രിനെ ആശ്വസിപ്പിക്കാനായിട്ട്. അന്നേരമുള്ള ഗബ്രിന്റെ അപ്രോച്ച് നമുക്കൊന്ന് കണ്ടുനോക്കാം. നമ്മള് മാറിയിരുന്നില്ലേ, മുഖത്തടിച്ച പോലെ ആയി പോയത്. ചുടുവെള്ളം വേണമെന്ന് ചോദിച്ച സമയത്ത് വേണോ വേണ്ടെന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ഇതങ്ങോട്ട് മാറിയിരുന്നു. ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു എന്റെ ഗബ്രി. എന്റെ പണ്ടത്തെ ഗബ്രി ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോലും ജാസ്മിൻ എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന ഗബ്രിയാണ്. ഇപ്പൊ വന്ന മാറ്റം കണ്ടില്ല, സഹിക്കാൻ പറ്റുന്നില്ലടേ. അല്ലാത്തൊരു അവസ്ഥ ആയി പോയിട്ടത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് മെഡിക്കൽ റൂമിലേക്ക് ഗബ്രിനെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തി ഗബ്രി ഓക്കെ ആയി വരുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് രാത്രി വീണ്ടും ജാസ്മിൻ ഗബ്രിന്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. നമുക്ക് എന്തായാലും ആരെങ്കിലും വേണ്ടോക്കാം. ഞാൻ പറഞ്ഞു തീർന്നില്ല. ഗബ്രി പോവാണോ? അങ്ങനെ മിണ്ടാണ്ട് പോവല്ലേ ഗബ്രി. ഞാൻ എത്ര നേരെ പിന്നാലെ നടക്കുന്നു, രാവും പകലും ഇല്ലാണ്ട്. ഇത് രാവിലെ തൊട്ട് പിന്നാലെ നടക്കൽ തുടങ്ങിയതാണ്. ഇനിയെങ്കിലും ഒന്ന് മൈൻഡ് ചെയ്യുക ഗബ്രി. നീ അല്ലാണ്ട് എനിക്ക് പറ്റില്ല ഗബ്രി, പ്ലീസ്. ഇന്ന് ഞാൻ പറഞ്ഞല്ലേ കേട്ടോ. ജാസ്മിൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ട് തട്ടി മാറ്റി പോണില്ലേ. എന്തായാലും ഇതോടുകൂടി ജാസ്മിൻ മെന്റലി അങ്ങ് തകരാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ജാസ്മിൻ ബാത്റൂമിന്റെ അടുത്ത് പോയി രശ്മിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അന്നേരം എന്തോ രശ്മിനോട് ജാസ്മിൻ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും കണ്ടോക്കാം. നീ എന്നോട് സംസാരിച്ച് ശരിയാക്കണം എന്നുള്ളതുണ്ട്. പക്ഷെ അവൻ കയറി അകത്തുപോയി. ഇനി നിന്നെ എനിക്ക് ഇറങ്ങാനേ പറ്റില്ല. ഇനി തകർക്കാൻ പറ്റുമെങ്കിൽ നിനക്കായിരിക്കും. പാവത്തിന് ഉറക്കൊക്കെ പോയി. ഇതേ കാര്യം നേരെ 2 ആഴ്ച മുന്നേ കെട്ടാൻ പോകുന്ന പയ്യനായിട്ടുള്ള അഫ്സൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ കാരണം ഉറക്കം പോയി എന്നുള്ളത്. എല്ലാം കാണിച്ച് തന്നെ സ്വീകരിക്കാൻ തയ്യാറായ ഒരു പയ്യനോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തിരിച്ചടി കിട്ടേണ്ടത് അത്യാവശ്യമാണല്ലോ. എന്തായാലും ഇനി നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ജാസ്മിൻ ഗബ്രിന്റെ അടുത്ത് അങ്ങ് കരിഞ്ഞ് മെഴുകി വരും. ഗബ്രി ആണെങ്കിൽ അതിലങ്ങ് വീണു പോകും അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങനെ സംഭവിക്കുന്നുള്ളത്. കാരണം ഗബ്രി രണ്ടും കൽപ്പിച്ചാണ്. അങ്ങനെ നിന്നാണെങ്കിൽ ഗബ്രിക്ക് നന്ന്. ഇനിയെങ്കിലും ഒരു റിയലൈസേഷൻ ഉണ്ടാകുന്നത് നല്ലതാണ്. ഇനിയിപ്പോ എന്തായാലും ജാസ്മിന്റെ മെലോ ഡ്രാമ ആയിരിക്കും ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്നത്. നാളത്തെ പ്രമോ ഒക്കെ വന്നിട്ടുണ്ട്. എന്റെ അമ്മോ,
ഏഷ്യാനെറ്റ് സീരിയലിനെ വെല്ലുന്ന പ്രമോണ്. ജാസ്മിൻ ഇരുന്ന് കരഞ്ഞു മെഴുകുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതൊരു ലൂപ്പാണ്. ഇതിൽ നിന്ന് ഇനി പുറത്ത് വരാൻ ഗബ്രി ഇനി എത്ര വിചാരിച്ചാലും ഭയങ്കര പ്രയാസമായിരിക്കും. അങ്ങനെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ജാസ്മിൻ പുറത്താക്കണം, അതല്ലെങ്കിൽ ഗബ്രി പുറത്താക്കണം. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കാണ് ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വരാന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമായിരിക്കും. എന്തായാലും തിരിച്ചറിവ് ഉണ്ടായി തുടങ്ങിയല്ലോ, നല്ല കാര്യം. ഇനിയെങ്കിലും ജനങ്ങളെ വെറുപ്പിക്കാതെ ഇൻഡിവിജ്വൽ ഗെയിമായിട്ട് രണ്ടാൾക്ക് മുന്നോട്ട് പോയാൽ രണ്ടാൾക്ക് നന്ദി. ഗബ്രി അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.